25,000 രൂപ പ്രൈസ് റേഞ്ചിൽ സാംസങ് ഒരു മികച്ച വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിരിക്കുന്നു. സാംസങ് ഗാലക്സി A33 5G എന്ന പേരിൽ നമുക്ക് പരിശോധിക്കാം സാംസങ് ഗാലക്സി A33 5G എന്ന സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങൾ. ഈ ഒരു പ്രൈസ് റേഞ്ചിലും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകിയിട്ടുള്ള ക്യാമറ സെറ്റപ്പ്, അതുപോലെ IP67 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസി, മികച്ച ഡിസ്പ്ലേ, മികച്ച പെർഫോമൻസ്, അങ്ങനെ പോകുന്നു സാംസങ് ഗാലക്സി A33യുടെ വിശേഷങ്ങൾ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ആദ്യം ഈ ഒരു ഫോണിന്റെ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലൊരു ബോക്സിനകത്താണ് സാംസങ് ഗാലക്സി A33 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഫോണിന്റെ ബോക്സിന്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ അതിന്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഫോൺ അൺബോക്സ് ചെയ്യുന്നു. ഇതിനകത്ത് ഇതുപോലൊരു ചെറിയ പേപ്പർ ബോക്സ്, അതിനകത്ത് ഇവിടെ ഒരു സിം ഇജക്ടർ പിൻ നൽകിയിട്ടുണ്ട്. ഈ ഒരു പേപ്പർ ബോക്സിനകത്ത് ഇതുപോലെ ടൈപ്പ് സി ടു ടൈപ്പ് സി ചാർജിങ് കേബിൾ, യൂസർ മാനുവൽ വാറണ്ടി കാർഡ് ഇൻഫോർമേഷൻ, ദേ ഇരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ. അതിലേക്ക് വരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോണിന്റെ ബോക്സിനോടൊപ്പം നൽകിയിട്ടുള്ളത്. അപ്പോൾ ദേ ഇരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ. അടിപൊളി, നല്ല ഒരു വെറൈറ്റി കളറാണ്. ആവസം പീച്ച് എന്ന് പറയുന്ന ഒരു കളർ വേരിയന്റിലാണ് സാംസങ് A33 നമുക്ക് ഇപ്പോൾ അയച്ചിരിക്കുന്നത്. സാധാരണ അടുത്തിടെ ഇറങ്ങിയ സാംസങ്ങിന്റെ ചില ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോണുകളുടെയൊക്കെ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു കളർ വേരിയന്റ് ആവസം പീച്ച് എന്ന് പറയുന്ന കളർ വേരിയന്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ട് ഇതുപോലെ സാംസങ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമറ മോഡുകളൊക്കെ ഈ ഒരു ബോഡിയിൽ ഇങ്ങനെ ഇഴുകി ചേർന്ന രീതിയിൽ ഒരു യൂണി ബോഡി ഡിസൈനിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. വെറും 186.8 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. 8.1 മില്ലിമീറ്റർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ തിക്നെസ്. മുകളിലാണ് ഇതുപോലെ സിം ട്രേ നൽകിയിരിക്കുന്നത്. ഇവിടെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട്. ഇടത് സൈഡിൽ കാര്യമായിട്ടൊന്നും തന്നെ നൽകിയിട്ടില്ല. താഴെ ഇതുപോലെ സ്പീക്കർ ഗ്രില്ല്, USB ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ. വലത് സൈഡിലായിട്ട് ഇത്തരത്തിൽ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും. ഫോണിന്റെ സിം ട്രേ ഇത്തരത്തിൽ ഹൈബ്രിഡ് സിം ട്രേ ആണ്. ഒരേ സമയം നമുക്ക് 2 നാനോ സിം കാർഡുകളോ അല്ലെങ്കിൽ 1 നാനോ സിം കാർഡും 1 മെമ്മറി കാർഡും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കാം. ഫോണിന്റെ ബാക്ക് സൈഡ് പോളി കാർബണേറ്റ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു ഗ്ലോസി ഫിനിഷ് അല്ല, നേരെ മറിച്ച് ഒരു മാറ്റ് ഫിനിഷാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നൽകിയിരിക്കുന്നത്. ആവസം പീച്ച് എന്ന ഈ ഒരു കളർ കൂടാതെ ആവസം ബ്ലാക്ക്, ആവസം വൈറ്റ്, ആവസം ബ്ലൂ എന്നീ 4 കളറുകളിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാവുക. ക്യാമറയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് സാംസങ് ഇത്തവണ A33 5G എന്ന സ്മാർട്ട് ഫോണെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഈ പ്രൈസ് റേഞ്ചിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഫോണിന്റെ ഒരു പ്രധാന ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോകൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാനാകും. മാത്രമല്ല ഫോട്ടോകൾ എടുക്കുമ്പോഴും കൈ ഒരല്പം കുലുങ്ങിയാലൊന്നും ഷേക്ക് ഇല്ലാത്ത മികച്ച ഫോട്ടോകളും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എടുക്കാനാകും. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് മാക്സിമം 4K റെസൊല്യൂഷനിൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള ഹയർ വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇന്ന് വരുന്ന മറ്റ് പല ബ്രാൻഡുകളുടെയും ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോണുകൾ പോലും മിസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ഫ്രണ്ട് ക്യാമറയിൽ 4K റെസൊല്യൂഷൻ നൽകുക എന്നുള്ളത്. എന്തായാലും ഈ ഒരു ഫോണിനകത്ത് ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും 4K 30 റെസൊല്യൂഷൻ വീഡിയോ കേപ്പബിലിറ്റി നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഒരു വലിയ കാര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും 4Kയിൽ വേണമെങ്കിൽ വ്ലോഗൊക്കെ ഷൂട്ട് ചെയ്യാനും ഒക്കെ സാധ്യമാണ്. അഡ്വാൻസ്ഡ് പോർട്രേറ്റ് മോഡാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറയിലെ മറ്റൊരു പ്രത്യേകത. ഈ ഫോണിന്റെ വൈഡ് ആംഗിളും അതുപോലെ ബോക്കെ സെൻസറും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മികച്ച പോർട്രേറ്റ് ചിത്രങ്ങൾ ഈ ഒരു ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കുന്നത്. പഴയ ഫോട്ടോകളെ ഈ ഒരു ഫോണിന്റെ ഫോട്ടോ റീമാസ്റ്റർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് മികച്ച രീതിയിൽ എൻഹാൻസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് AI ഇറേസർ എന്ന ഓപ്ഷനും സാംസങ് നൽകിയിട്ടുണ്ട്. AI ഇറേസർ എന്ന ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയും നമ്മൾ ഇത്തരത്തിൽ ഫോട്ടോകൾ എടുക്കുമ്പോൾ ഫോട്ടോയിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഇതുപോലുള്ള ഒബ്ജക്റ്റുകൾ വളരെ നിഷ്പ്രയാസം ഒഴിവാക്കാൻ സാധിക്കും. അതിന് ഫോട്ടോ എഡിറ്റ് ഓപ്ഷൻ എടുത്തതിന് ശേഷം ഒബ്ജക്റ്റ് ഇറേസർ എന്ന ഓപ്ഷൻ എടുത്ത് ആവശ്യമില്ലാത്ത ഒബ്ജക്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഇറേസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റ് പൂർണ്ണമായിട്ടും ഈ ഒരു പിക്ചറിൽ നിന്നും ഒഴിവാകും. ഫോണിന്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 48 മെഗാ പിക്സലിന്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകിയിരിക്കുന്ന ക്യാമറ, അതുപോലെ 2 മെഗാ പിക്സലിന്റെ ഒരു ബോക്കെ സെൻസർ, ഇവിടെയായിട്ട് 5 മെഗാ പിക്സലിന്റെ ഒരു മാക്രോ സെൻസർ എന്നിവയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഒരു LED ഫ്ലാഷ് ലൈറ്റും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് സൈഡിൽ കാണാം. മികച്ച സെൽഫി ചിത്രങ്ങളും വീഡിയോകളും എടുക്കാൻ 13 മെഗാ പിക്സലിന്റെ ഒരു സെൻസറാണ് ഇത്തരത്തിൽ ഇൻഫിനിറ്റി U ഡിസ്പ്ലേയിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് IP67 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വെള്ളം നനഞ്ഞാലൊന്നും യാതൊരു പ്രശ്നമില്ല. ഈവൻ നമുക്ക് വെള്ളത്തിനടിയിൽ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ചെയ്യുന്നതിന് പോലും ഈ ഒരു സ്മാർട്ട് ഫോണിൽ സാധ്യമാണ് എന്നതും പ്രത്യേകതയാണ്. അതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 6.4 ഇഞ്ചിന്റെ ഫുൾ HD+ സൂപ്പർ AMO LED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സാംസങ് നൽകിയിരിക്കുന്നത്.
മാത്രമല്ല 90 ഹെർട്സിൻ്റെ ഹയർ റിഫ്രഷ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നൽകിയിട്ടുണ്ട്. 800 നിറ്റ്സ് ആണ് ഈ ഒരു ഫോണിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ്. അതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റർ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ്. ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു തകരാറുമില്ല. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഫ്രണ്ട് ക്യാമറ ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചായിട്ടാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ സാംസങ് അതിനെ വിളിക്കുന്ന പേര് ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ എന്നാണ്. ഡിസ്പ്ലേക്ക് താഴെയുള്ള ഈ ഒരു ചിഹ്നം എന്നറിയപ്പെടുന്ന ഏരിയയും സാധാരണ ആവറേജ് സൈസിൽ നിന്ന് ഒരല്പം കൂടുതൽ പോലെ തോന്നുന്നുണ്ട്. മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിന് വേണ്ടി സാംസങ്ങിൻ്റെ സ്വന്തം പ്രോസറായിട്ടുള്ള എക്സിനോസിൻ്റെ 1280 എന്ന 5 നാനോമീറ്റർ പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്തു പകരുന്നത്. സ്നാപ്ഡ്രാഗൺ പ്രോസറുമായിട്ട് താരതമ്യപ്പെടുത്തി പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൻ്റെ 750G എന്ന 5G പ്രോസറുമായിട്ട് തുല്യമാണെന്ന് വേണമെങ്കിൽ ഈ ഒരു എക്സിനോസിൻ്റെ 1280 എന്ന പ്രോസറിനെ താരതമ്യപ്പെടുത്താം. ഓർക്കുക, ഇതൊരു 5G പ്രോസറാണ്. ഏകദേശം 12ഓളം 5G ബാൻഡുകളുടെ സപ്പോർട്ടും സാംസങ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. 6GB 8GB എന്നീ 2 റാം വേരിയന്റുകളിലും 128GB എന്ന റോം വേരിയന്റിലുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന റാം എന്ന് പറയുന്നത് LPDDR4X റാം ആണ്. കൂടാതെ റാം പ്ലസ് എന്ന ഓപ്ഷൻ നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെയും ഇപ്പോൾ 8GB റാം വേരിയന്റ് എടുത്താൽ നമുക്ക് വീണ്ടും ഒരു 8GB കൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഈ ഒരു ഫോണിന്റെ റാം നമുക്ക് 16GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ റാം കൂടുതൽ ആവശ്യമുള്ള സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് വീണ്ടും മാക്സിമം 8GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ ഈ ഒരു സ്മാർട്ട് ഫോണിൽ സാധ്യമാണ്. 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് പവർ നൽകുന്നത്. ചാർജ് ചെയ്യാനായിട്ട് 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. അത്തരമൊരു 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ ഒരു ചാർജർ ഉപയോഗിച്ചുകൊണ്ട് വെറും 30 മിനിറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ 50% ചാർജിങ്ങിൽ എത്തിക്കാൻ സാധിക്കും. 5000 mAh ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുമെന്നാണ് സാംസങ് അവകാശപ്പെടുന്നത്. ഫോണിൽ ഫിംഗർ പ്രിന്റ് സംവിധാനം ഇത്തരത്തിൽ ഇൻ ഡിസ്പ്ലേയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെയും ഇൻ ഡിസ്പ്ലേയിൽ ഫിംഗർ പ്രിന്റ് നൽകാൻ സാധിച്ചു. എന്നാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളിലും ഫിംഗർ പ്രിന്റ് സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് സാധാരണ നൽകാറുള്ളത്. അപ്പോൾ ഇൻ ഡിസ്പ്ലേ തന്നെ നൽകിയതൊരു വലിയ കാര്യം. മാത്രമല്ല അത് ഒരുവിധം വേഗത്തിൽ തന്നെ റീഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 12 അധിഷ്ഠിതമായി സാംസങ്ങിന്റെ സ്വന്തം യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള ഓൺ യുടെ ലേറ്റസ്റ്റ് വെർഷൻ 4.1 വെർഷനിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഔട്ട് ഓഫ് ദി ബോക്സ് എടുക്കുമ്പോൾ സാംസങ്ങിൻ്റെതായിട്ടുള്ള ഇത്രയും ആപ്ലിക്കേഷനുകളും ഗൂഗിളിൻ്റെ ഈ കാണുന്ന ആപ്ലിക്കേഷനുകളും കൂടാതെ ഇത്രയും ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാളായി വരുന്നുമുണ്ട്. 4 വർഷത്തെ പ്രധാനപ്പെട്ട OS അപ്ഡേറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സാംസങ് നൽകുന്നത്. മാത്രമല്ല 5 വർഷം വരെയുള്ള ആൻഡ്രോയിഡ് സെക്യൂരിറ്റി അപ്ഡേറ്റും സാംസങ് ഈ ഫോണിൽ നൽകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു 4-5 വർഷം ഈ ഫോൺ വാങ്ങിക്കഴിഞ്ഞാലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനാകും. നല്ല സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സാംസങ് നൽകിയിരിക്കുന്നത്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്തരത്തിലൊരു സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തത് വലിയൊരു കാര്യമായിട്ട് എടുത്തു പറയട്ടെ. മനോഹരമായിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി, മികച്ച ഒരു പ്രീമിയം ക്വാളിറ്റി സൗണ്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്നും ആസ്വദിക്കാനാകും. അടുത്തത് വീഡിയോ ക്വാളിറ്റി. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ ഒന്നും പറയാനുള്ള, സാംസങ്ങിൻ്റെ ഏതൊരു സ്മാർട്ട് ഫോൺ പോലെ തന്നെ മികച്ച വീഡിയോ ക്വാളിറ്റിയാണ്. എസ്പെഷ്യലി സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ അതിമനോഹരമായിട്ടുള്ളൊരു വീഡിയോ ക്വാളിറ്റി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. മികച്ച ബ്രൈറ്റ്നസ് ഉള്ള മികച്ച ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് സാംസങ് ഈ ഒരു സ്മാർട്ട് ഫോണിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. 6GB 128GB വേരിയന്റിന്റെ വില എന്ന് പറയുന്നത് 25,499 രൂപയും അതുപോലെ 8GB 128 വേരിയന്റ് വില എന്ന് പറയുന്നത് 26,999 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് എന്ത് തോന്നുന്നു? വീഡിയോ താഴെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്താം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്. Bye.